ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാജേശ്വരി പ്രിയങ്കയോട് ചോദിക്കുകയാണ്, നീ എന്താ ഇത്ര ആസ്വദിച്ചു വായിക്കുന്നത്? ഒരു നോവലാണ്, ഭയങ്കര ത്രില്ലിംഗ്. അല്ല, ശ്രീയേട്ടൻ എവിടെ? ശ്രീനിവാസന് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ഈ വണ്ടിയിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. തനിയെ ആലോചിച്ച് ചിരിക്കുന്ന രാജേശ്വരിയോട് പ്രിയങ്ക ചോദിക്കുകയാണ്, എന്താ ആന്റി, മുഖത്ത് വല്ലാത്തൊരു സന്തോഷം? നിനക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ശത്രുക്കൾക്ക് നേരെ നേടുന്ന ഏതൊരു വിജയവും എനിക്ക് സന്തോഷപ്രദമാണ്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മുഖവുരയൊന്നും കൂടാതെ പറയൂ ആന്റി. രാജേശ്വരി പറയുകയാണ്, നിന്റെ പ്രതിയോഗികളിൽ അഖില കഴിഞ്ഞാൽ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ആരാണ്? കല്യാണിയല്ലേ? അപ്പോൾ പ്രിയങ്ക പറയുകയാണ്, അതിനെന്താ സംശയം? അവൾ എന്റെ മുഖ്യശത്രു തന്നെയാണ്. ചിരിച്ചുകൊണ്ട് രാജേശ്വരി പറയുകയാണ്, എങ്കിൽ ആ മുഖ്യശത്രുവിന്റെ അമ്മ മോഹം താനെ എരിഞ്ഞടങ്ങി. അതെ, കല്യാണിയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് മരിച്ചുപോയെന്ന്. അബോഷൻ. ഇത് കേട്ട പ്രിയങ്ക അതിയായി സന്തോഷിക്കുകയാണ്. സത്യമാണോ ആന്റി? സത്യം പ്രിയങ്കെ. കോടികൾ വലിച്ചെറിഞ്ഞ് MBBS-ഉം MD-യും നേടിയവളാണ് ഡോക്ടർ മെർലിൻ. രക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ ഏറെ ശിക്ഷിക്കാൻ കഴിയുന്ന ഡോക്ടറാണ് അവൾ. എന്തായാലും വാങ്ങിക്കുന്ന കാശിനോട് നീതി പുലർത്തുന്നവളാണ് ഡോക്ടർ മെർലിൻ എന്ന് ഇതോടെ മനസ്സിലായി. അപ്പോഴേക്കും ഗംഗ അങ്ങോട്ടത്തേക്ക് എത്തുകയാണ്. ഗംഗ രാജേശ്വരിയെ സൂക്ഷിച്ചു നോക്കുന്നു. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, എന്താ എന്നെ കാണുമ്പോൾ ദാരികവധത്തിന് തയ്യാറെടുക്കുന്ന ഭദ്രകാളിയുടെ ഭാവം? ഗംഗ പറയുകയാണ്, ഭദ്രകാളി അവതരിക്കുന്നത് ദാരികനെ വധിക്കാൻ തന്നെയാണ്. അതാണ് ഭാവം വരുന്നത്. അപ്പോഴേക്കും പ്രിയങ്കയുടെ ഫോണിലേക്ക് അഖിലാണ്ടേശ്വരി വിളിക്കുകയാണ്. പ്രിയങ്ക ഫോൺ എടുക്കുകയാണ്. ഹലോ ആന്റി, സുഖം തന്നെയല്ലേ? അഖില പറയുകയാണ്, എനിക്ക് സുഖം തന്നെയാണ്. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും ഏകാന്തതയിൽ ഇരിക്കാനും ചിന്തിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാനും നീയായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. വളരെ സന്തോഷം. ഓഹോ, അപ്പോൾ ആന്റി കുറച്ചു ദിവസം റെസ്റ്റിലായിരുന്നോ? സംശയമെന്താ? നീ എനിക്ക് ഇങ്ങനെ ഒരു തന്നതിന് പകരമായി ഞാൻ നിനക്ക് എന്തെങ്കിലും നൽകണ്ടേ? സോറി ആന്റി, ഉപകാരങ്ങൾ ചെയ്തിട്ട് തിരികെ പ്രതിഫലം വാങ്ങുന്നവളല്ല ഈ പ്രിയങ്ക. പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അതിന്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം. അതൊരു ശീലമായിപ്പോയി. പക്ഷേ നിന്റെ കേസ് ഞാൻ തൽക്കാലം അവധിക്ക് വയ്ക്കുകയാണ്. നീ ഇപ്പോൾ തൃച്ചംബരത്തെ വാർത്തകൾ കേട്ട് സന്തോഷിച്ചു നിൽക്കുകയായിരിക്കും. അറിയുന്നുണ്ട് ആന്റി. നീ സന്തോഷിക്ക്. പക്ഷേ എനിക്കതൊന്നുമല്ല വിഷയം. പിന്നെ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ അഖില പറയുകയാണ്, എന്റെ ഡൂപ്പ് അവിടെ ഉണ്ടോ? മനസ്സിലായില്ലേ എന്റെ അപര? അവൾ അവിടെ തന്നെ ഉണ്ടാകും. അവളെ എനിക്കൊന്ന് കാണണം. ഒറ്റത്തവണ മാത്രം. നിന്റെ താവളത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഓടിയും നടന്നും കിതച്ചുമൊക്കെയാണ് ഇവിടെ എത്തിയത്. അങ്ങോട്ടത്തേക്കുള്ള ആ വഴി മനസ്സിൽ ഉറപ്പിക്കാനായിരുന്നു. പറഞ്ഞേക്കവളോട്, അവളുടെ വിധി ഞാനെന്ന ജഡ്ജ് ഇവിടെ ഇരുന്ന് എഴുതി പൂർത്തിയാക്കുവാണെന്ന്. ആ വിധി ഞാൻ തന്നെ പ്രസ്താവിച്ച് എഴുതിയ പേനയുടെ നിബ്ബും കുത്തിയൊടിച്ച് അങ്ങോട്ടേക്ക് വരുമെന്ന്. മരണശിക്ഷ വിധിച്ചാൽ പേനയുടെ നിബ്ബ് കുത്തിയൊടിച്ചു കളയും. ഒന്നുകൂടി അവളോട് പറഞ്ഞേക്ക്. ഏത് നിമിഷവും എന്റെ നിറത്തോക്ക് അവളുടെ തിരുനെറ്റിക്ക് നേരെ ഉയർത്തി ഞാൻ അവിടെ ഉണ്ടാകുമെന്ന്. അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയാക്കി അവിടെ കാത്തിരിക്കാൻ പറയുക. വരും, ഞാൻ വന്നിരിക്കും. ഇത്രയും പറഞ്ഞ് അഖില ഫോൺ കട്ട് ചെയ്യുകയാണ്. അഖിലയുടെ ഭീഷണിയിൽ പ്രിയങ്ക ആകെ പതറി നിൽക്കുകയാണ്. രാജേശ്വരി പ്രിയങ്കയോട് ചോദിക്കുകയാണ്, അഖില എന്തു പറഞ്ഞു? എന്താ പ്രിയങ്കേ നീ ഇങ്ങനെ നിൽക്കുന്നത്? എന്തിനാ ടെൻഷനാകുന്നത്? ഇത് ഞാനും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും തമ്മിലുള്ള കണക്ക് തീർക്കൽ ആണല്ലോ. അവളെ എനിക്ക് വിട്. അവളുടെ ജീവൻ എനിക്ക് വേണം. പെട്ടെന്ന് ഗംഗ ദേഷ്യത്തോടെ പറയുകയാണ്, കുറച്ചു നാളായല്ലോ നിങ്ങളിത് തുടങ്ങിയിട്ട്. നിങ്ങളും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർത്തോളണം. അതിന് ഞങ്ങളെ കരുവാക്കരുത്. പറഞ്ഞേക്കാം. തനിക്ക് നേരെ കൈചൂണ്ടി സംസാരിച്ച ഗംഗയെ രാജേശ്വരി അന്നേരം ആഞ്ഞടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മിണ്ടിപ്പോകരുത്. ഇത് കണ്ട് പ്രിയങ്ക ആന്റി എന്ന് വിളിക്കുകയാണ്. രാജേശ്വരി പറയുകയാണ്, നീയൊക്കെ കാലങ്ങളായിട്ട് തുടങ്ങിയതാണല്ലോ അഖിലാണ്ടേശ്വരിയോടുള്ള ഈ അംഗം. എന്നിട്ട് അഖിലയുടെ നേരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ പറ്റിയോ നിങ്ങൾക്ക്? എന്നിട്ട് പ്രിയങ്കയോട് പറയുകയാണ്, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്റെ പ്രവർത്തികളെ വിമർശിക്കാൻ വന്നാൽ അടിച്ച് പല്ല് കൊഴിച്ചു കളയും ഞാൻ. പറഞ്ഞേക്കാം. അന്നേരം ഗംഗ പറയുകയാണ്, പ്രിയങ്കെ, ഇവരുടെ ഈ അഹങ്കാരം ഞാൻ സഹിക്കില്ല. ഇത് നമുക്ക് നല്ലതിനല്ല. ഇവരെ സൂക്ഷിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ ഇവർക്ക് ഉപകാരമല്ല, എന്നും ഉപദ്രവമായിരിക്കും. ഇവരെ ഒന്നും ചുമക്കേണ്ട കാര്യം നമുക്കില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എന്നും പറഞ്ഞ് രാജേശ്വരി പ്രിയങ്കയുടെ കഴുത്തിന് പിടിക്കുകയാണ്.
പ്രിയങ്കയുടെ അല്ല ഗംഗയുടെ കഴുത്തിന് പിടിക്കുകയാണ്. നിന്നെ വെറുതെ വിടില്ല ഞാൻ എന്നും പറഞ്ഞ് രാജേശ്വരി കഴുത്തിന് തന്നെ അമർത്തി പിടിക്കുകയാണ്. വിടാനൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട്. ആന്റി എന്നും പറഞ്ഞ് രാജേശ്വരിയെ പിടിച്ചു മാറ്റുകയാണ് പ്രിയങ്ക. രാജേശ്വരി ദേഷ്യത്തോടെ ഗംഗയോട് പറയുന്നു, എന്റെ നേരെ വിരൽ ഉയർത്തിയാൽ ആ വിരൽ മാത്രമല്ല കൈയും ഞാൻ മുറിച്ചു മാറ്റും, ഓർമ്മിച്ചോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് രാജേശ്വരി അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഗംഗ പ്രിയങ്കയോട് പറയുകയാണ്, കേട്ടില്ലേ ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, എന്റെ കൈ വെട്ടിക്കളയുമെന്ന്, ഇവരെ ഞാൻ കൊല്ലും. പ്രിയങ്ക പറയുകയാണ്, നീ ഒന്ന് സമാധാനിക്കുക ഗംഗേ, അവരോട് നമുക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. അഖിലയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധം കിട്ടിയപ്പോൾ എടുത്ത് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. അവരെ അഖില തന്നെ തീർത്തോളും. രണ്ടാടുകളെ കൂട്ടിമുട്ടിച്ച് നെറ്റി പിളർത്തി ചോര കുടിപ്പിക്കുന്ന ചെന്നായ്ക്കളില്ലേ, അത്തരം 2 ചെന്നായ്ക്കൾ ആകാം നമുക്ക്. ഇവരുടെ ഈ സംസാരം കേട്ട് കൈയടിച്ചുകൊണ്ട് രാജേശ്വരി പുറത്തേക്കിറങ്ങി വരികയാണ്. കൈയടിച്ചുകൊണ്ട് രാജേശ്വരി പറയുകയാണ്, വെരി ഗുഡ്, കൊള്ളാം, നല്ലത്. പക്ഷേ പുതിയതായിട്ടുള്ള ഓരോരോ ജോലിക്കും ഞാനൊരു വിലയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ഓർമ്മയില്ലേ പ്രിയങ്കയ്ക്ക്? അതെനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടി 2 പേർക്ക് നേരെയും ഓങ്ങിയിട്ട് രാജേശ്വരി അകത്തേക്ക് പോവുകയാണ്. ഗംഗ പറയുകയാണ്, ഇതൊരു ബാധ്യതയാകുമെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ. ശരിയാണെന്ന് പ്രിയങ്ക തലയാട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരവിന്ദിനെയും നന്ദനെയുമാണ്. അരവിന്ദ് പറയുകയാണ്, നന്ദന, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതിനെ ഉൾക്കൊള്ളുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. നിനക്കറിയോ നന്ദന, എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു കുഞ്ഞുണ്ടാകും മുൻപേ ബ്രോയ്ക്കും കല്യാണിക്കും ഒരു കുഞ്ഞുണ്ടാവണം എന്നത്. ആഗ്രഹിക്കുക എന്നല്ലേ ഉള്ളൂ, എല്ലാ ആഗ്രഹവും നടക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. നന്ദന പറയുകയാണ്, അരവിന്ദ്, ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് കുഞ്ഞ് എന്നത്. അത് ഉള്ളിൽ രൂപപ്പെട്ടു തുടങ്ങി എന്നറിയുന്ന ആ നിമിഷം മുതൽ അവളൊരു അമ്മയാണ്. മനസ്സുകൊണ്ട് അവളൊരു 100 കുപ്പായങ്ങളെങ്കിലും തുന്നിയിട്ടുണ്ടാവും. കളിക്കോപ്പുകളും കളിവാക്കുകളും കരിവളകളും ഒക്കെ ചേർത്ത് വെച്ച് തുടങ്ങും. അപ്പോഴും തൃപ്തിയാവില്ല. കാരണം അതാണ് അമ്മ മനസ്സ്. പാവം കല്യാണിയും മനസ്സിൽ നെയ്തിട്ടുണ്ടാവും ഒത്തിരി കുഞ്ഞുടുപ്പുകൾ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടാൻ പാകത്തിന്. കാരണം അമ്മയ്ക്ക് കുഞ്ഞു പിറന്നാൽ മതി, ആണും പെണ്ണുമൊക്കെ രണ്ടാമതാണ്. നന്ദന എന്ന് വിഷമത്തോടെ വിളിക്കുകയാണ് അരവിന്ദ്. നന്ദന പറയുകയാണ്, എനിക്കറിയാം അരവിന്ദ്, ഞാനിപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. ഉള്ളിൽ വളരുന്ന ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടു പോയെന്ന് അറിഞ്ഞിട്ടില്ല കല്യാണി. അതറിയുമ്പോൾ പാവം കല്യാണി അതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് നന്ദന. അരവിന്ദ് പറയുകയാണ്, എടി ബ്രോ സഹിക്കുന്നില്ലേ, അതുപോലെ കല്യാണിയും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ അരവിന്ദ്, ആണിനെ പോലെ അല്ല പെണ്ണ്. അരവിന്ദ് പറയുകയാണ്, എല്ലാത്തിനെയും പോലെ ഇതിനെയും വിധി എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാം. എന്നാലും ഇങ്ങനെ ഒരു വിധിയുണ്ടോ? നന്ദന പറയുകയാണ്, നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം എഴുതി ചേർക്കാനുള്ളതാണ് കല്യാണിയുടെ ജീവിത പുസ്തകം. അച്ഛന്റെ മരണമേൽപ്പിച്ച മുറിവ്, അതിനിടയിൽ വളർന്നു തുടങ്ങിയ ഒരു ജീവൻ കൂടി പൊലിഞ്ഞുപോയില്ലേ. ഇതൊക്കെ താങ്ങാൻ കല്യാണിയുടെ മനസ്സ് കല്ലോ മരമോ ഒന്നും അല്ലല്ലോ അരവിന്ദ്. ഏതൊരു പെണ്ണിനും ഭ്രാന്ത് വരുന്ന ഒരു അവസ്ഥയാണിത്. നന്ദന എന്ന് അരവിന്ദ് വിളിക്കുമ്പോൾ നന്ദന പറയുകയാണ്, എനിക്കറിയാം അരവിന്ദ്, കല്യാണിയുടെ വേദനയുടെ ആഴം എനിക്കറിയാം. എത്ര നാളായിരിക്കും നമ്മളിത് കല്യാണിയിൽ നിന്നും മറച്ചു വയ്ക്കുന്നത്? അരവിന്ദ് പറയുകയാണ്, എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി നിശബ്ദനായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് നന്ദന, എന്റെ എല്ലാമെല്ലാമായ ബ്രോ. അതോർക്കുമ്പോഴാണ് ഞാൻ തളർന്നു പോകുന്നത്. ഇതൊക്കെ പറഞ്ഞ് അരവിന്ദും കരയുകയാണ്. നന്ദന പറയുന്നു, പ്ലീസ് അരവിന്ദ്, എന്താ ഇത്, കൊച്ചുകുട്ടികളെ പോലെ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നന്ദന. പിന്നീട് കാണിക്കുന്നത് ആനന്ദിനെയും കല്യാണിയുമാണ്. ഉറങ്ങുന്ന ആനന്ദിന്റെ അടുത്തേക്ക് കല്യാണി എത്തുകയാണ്. എന്നിട്ട് വിളിക്കുകയാണ്, വലിയ കുഞ്ഞെ. ഉണരാത്ത ആനന്ദിനെ വീണ്ടും തട്ടി വിളിക്കുകയാണ്, വലിയ കുഞ്ഞെ എഴുന്നേൽക്ക്, വലിയ കുഞ്ഞ് എഴുന്നേൽക്ക്, നേരം ഒരുപാടായി. എഴുന്നേറ്റിരുന്ന ആനന്ദിനോട് കല്യാണി പറയുകയാണ്, ഗുഡ് മോർണിംഗ്. അല്ല, എഴുന്നേൽക്കാൻ എന്താ ഇത്ര മടി? എന്നിട്ട് കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തുണി ആനന്ദിനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, എന്നാൽ ഇത് കണ്ടോ? ആനന്ദ് ചോദിക്കുന്നു, എന്താ ഇത്? കല്യാണി പറയുകയാണ്, എന്താണെന്ന് തോന്നുന്നു? ഇത് ടർക്കി ടവലല്ലേ? അതെ, പക്ഷേ ഇതിനെ അങ്ങനെ പറയില്ല, കുഞ്ഞു തൂവാലകളെന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം ആ ടവൽ നിവർത്തി കല്യാണി കാണിക്കുകയാണ്, ദേ ഇത് കണ്ടോ? കല്യാണിയുടെ സന്തോഷം കാണുമ്പോൾ ആനന്ദ് ആകെ സങ്കടപ്പെടുകയാണ്. എന്നിട്ട് കല്യാണി പറയുകയാണ്, ഇത് എന്റെ സ്വപ്ന തൂവാലകളാണ്. പണ്ട് ഞാൻ പട്ടുപോലത്തെ ഒരു സ്വപ്നം കണ്ടു. വലിയ കുഞ്ഞ് എന്റെ കഴുത്തിൽ താലി ചാർത്തുന്ന സ്വപ്നം. ആ സ്വപ്നം എന്റെ വിളിപ്പുറത്തമ്മ എനിക്ക് സാധിച്ചു തന്നു. എന്റെ വലിയ കുഞ്ഞ് എന്റെ കഴുത്തിൽ തന്നെ താലി കെട്ടി. വലിയ കുഞ്ഞ് എന്റേതായി, എന്റേത് മാത്രമായി. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു, നമുക്കൊരു കുഞ്ഞു പിറന്നു എന്ന സ്വപ്നം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, വലിയ കുഞ്ഞ് ആഗ്രഹിച്ചതുപോലെ മോളല്ല,
തങ്കം പോലൊരു മോൻ. എന്റെ വലിയ കുഞ്ഞിനെ വാർത്തു വെച്ചതുപോലെയുണ്ട്. ഇതേ വാശിയും കുറുമ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് ഒന്നും പറയാനാകാതെ വിഷമിച്ചിരിക്കുകയാണ് ആനന്ദ്. വലിയ കുഞ്ഞു പറയും പോലെ ചെമ്പരത്തിയുടെ നിറമാണ് നമ്മുടെ കുഞ്ഞിന്. അങ്ങനെ ആ സ്വപ്നവും സത്യമാകാൻ പോവുകയാണ്. നമ്മുടെ പൊന്നോമന കുഞ്ഞ് വരുന്നു. പാൽ പുഞ്ചിരിയായി ചിരിച്ചുകൊണ്ട് കല്യാണി പറയുകയാണ്. വള കിലുങ്ങുന്ന പോലെയുള്ള അവന്റെ ചിരിയുണ്ടല്ലോ, അതെന്റെ ചെവികളിൽ മുഴങ്ങുകയാണ്. ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ആനന്ദിനോട് കല്യാണി ചോദിക്കുകയാണ്, വലിയ കുഞ്ഞെന്താ ഒരു സന്തോഷമില്ലാതെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല കല്യാണി. എന്നിട്ട് കയ്യിലിരുന്ന ടവലെടുത്ത് കാണിച്ചിട്ട് കല്യാണി പറയുകയാണ്, ഇതിൽ ഒരു തൂവാല കുഞ്ഞാനന്ദിന്, ഈ തൂവാല കുഞ്ഞരവിന്ദിന്. രണ്ടും കൂടി ഈ വീട്ടിലും മുറ്റത്തുമൊക്കെ ഓടി നടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ കുഞ്ഞിന് നമ്മൾ എന്ത് പേരാ ഇടുക? കല്യാണി അത് എന്ന് ആനന്ദ് പറയുമ്പോൾ കല്യാണി പറയുകയാണ്, ആണായാലും പെണ്ണായാലും ഇടാൻ പറ്റിയ 1-2 പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആനന്ദകൃഷ്ണന്റെ ആയിലാണ് തുടക്കം. കല്യാണി അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. നേരത്തെ ചിന്തിച്ചാൽ എന്താ? എല്ലാരും ഇതൊക്കെ നേരത്തെ തന്നെ ആലോചിച്ച് വയ്ക്കാറുണ്ട്. എന്ത് പറയുകയാണ്, നമുക്ക് ചിന്തിക്കാം, വരട്ടെ. കല്യാണി ചോദിക്കുകയാണ്, വലിയ കുഞ്ഞിന് എന്താ പറ്റിയത്? എണീച്ച് നടക്കാൻ പോ. ഇനി അത് മുടക്കണ്ട, എണീക്ക്. ശരിയെന്നും പറഞ്ഞ് ആനന്ദ് എഴുന്നേൽക്കുകയാണ്. കല്യാണി പറയുകയാണ്, മടി പിടിച്ച് കിടക്കുകയാണ്. അതിനുശേഷം കല്യാണി ചോദിക്കുകയാണ്, വലിയ കുഞ്ഞെ, ഞാൻ തുന്നിയ എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഈ തൂവാല ഇഷ്ടമായോ? കല്യാണി പറയുകയാണ്, അമ്മേ എന്നുള്ള അവന്റെ വിളി ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ ഓടി വരുന്നത് എനിക്ക് കാണാം. ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു തന്നെ നിൽക്കുകയാണ് ആനന്ദ്. കല്യാണി വീണ്ടും ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? ശരി, പെട്ടെന്ന് പോയി റെഡിയായി പോകാൻ നോക്ക്. എനിക്ക് അടുക്കളയിൽ ഇത്തിരി ജോലി കൂടിയുണ്ട്. അതിനുശേഷം 2 തൂവാലകളും ആനന്ദിന്റെ കയ്യിൽ കൊടുത്തിട്ട് കല്യാണി അവിടെ നിന്നും പോവുകയാണ്. അത് നോക്കി സങ്കടപ്പെടുകയാണ് ആനന്ദ്. പിന്നീട് കാണിക്കുന്നത് അഖിലാണ്ടേശ്വരിയാണ്. അഖിലയ്ക്ക് ചായയുമായി കല്യാണി എത്തുകയാണ്. കല്യാണി വിളിക്കുന്നു, മാഡം. കല്യാണിയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അഖില ചോദിക്കുകയാണ്, എന്താ ഇത്? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കല്യാണിയോട് വീണ്ടും അഖില ചോദിക്കുകയാണ്, ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? കോഫിയാണ്. എനിക്കെന്തിനാ കോഫി? ഞാൻ നിന്നോട് കോഫി ചോദിച്ചോ? അന്നേരം വാതിൽക്കൽ ശിവരാമകൃഷ്ണൻ എത്തുന്നുണ്ട്. അഖില പറയുകയാണ്, അഥവാ എനിക്കൊരു കോഫി വേണമെങ്കിൽ തന്നെ വേറെ വേലക്കാരികളെ ഞാൻ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അതിന് നിന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല മാഡം, ഞാൻ എന്ന് കല്യാണി പറയുമ്പോൾ അഖില പറയുകയാണ്, സുഖമില്ലാതിരിക്കുന്ന നീ എന്തിന് എനിക്ക് കോഫി കൊണ്ടുവന്ന് തരണം? ഓ, സുഖമില്ലാത്ത അവസ്ഥയിലും ഞാൻ മേഡത്തെ സേവനം ചെയ്തവളല്ലേ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ? എന്നിട്ട് അത് മറ്റുള്ളവരെ കാണിക്കാനാണോ? മാഡം, ഞാൻ അതിനൊന്നുമല്ല. എന്തിനായാലും എനിക്ക് ഞാൻ നിയമിക്കാത്ത ഒരു അടുക്കളക്കാരിയെയും ആവശ്യമില്ല. ഈ വർഗത്തെ കൊണ്ട് ഞാൻ കുറെ അനുഭവിച്ചതാണ്. ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി. ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ചു നിൽക്കുകയാണ് കല്യാണി. ത്യാഗിയാണെന്ന് കാണിച്ച് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പ്രീതി സമ്പാദിക്കാൻ നടക്കുന്നു. എന്റെ മുന്നിലൊരു നല്ല പിള്ള ചമയൽ. കൃഷ്ണൻ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ പുറത്തു നിൽക്കുകയാണ്. എന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് എന്റെ കുലം മുടിച്ചവരെയൊന്നും എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ ഗത്യന്തരമില്ലാതെ ഞാൻ ഇതൊക്കെ അങ്ങ് സഹിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് കല്യാണി മാഡം എന്ന് വിളിക്കുകയാണ്. അഖില വീണ്ടും പറയുകയാണ്, നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് പറ്റിയത് എനിക്ക് പറ്റിയ തെറ്റാണ്. അർഹതയില്ലാത്തവരെ സ്നേഹിക്കരുത്. ഞാനിരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കും എന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. സമൂഹത്തിനു മുൻപിൽ നാണം കെട്ട് ജീവിക്കുകയല്ലേ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. കരഞ്ഞും പിഴിഞ്ഞും കാണിക്കാൻ ഞാൻ നിന്റെ ആരും അല്ല. എനിക്ക് നീയുമായി ഒരു ബന്ധവും ഇല്ല. വേഗം പുറത്തിറങ്ങിപ്പോ. പോകാൻ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് കല്യാണിയോട്. ഇത് കേട്ട് കല്യാണി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ശിവരാമകൃഷ്ണൻ വിളിക്കുകയാണ്, മോളെ. എന്നിട്ട് കല്യാണിയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ അനുഭവിക്കുന്ന അപമാനത്തിന് ഒരിക്കലും ഒരു അന്ത്യമില്ലേ? ഈ കോഫി എനിക്ക് വേണം. ഞാൻ കുടിക്കും. എന്റെ മോള് വിഷമിക്കരുത്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ 1000 വട്ടം പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ക്ഷമിക്കുക. അത് കേട്ട് കല്യാണി അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ശിവരാമകൃഷ്ണൻ ആ കോഫി കുടിക്കുകയാണ്. അതിനുശേഷം ശിവരാമകൃഷ്ണൻ അഖിലയുടെ അടുത്തെത്തുന്നു. അഖിലാണ്ടേശ്വരി പറയുകയാണ്, ആശ്വാസവചനങ്ങളും സാരോപദേശങ്ങളും എല്ലാം ഞാൻ കേട്ടു. എന്താ അഖില ഇത്? കൃഷ്ണേട്ടൻ ഈ കോഫി കുടിക്കുമായിരിക്കും, പക്ഷെ എനിക്കത് ഇറങ്ങില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. കൃഷ്ണേട്ടന് അമൃതെന്ന് തോന്നുന്ന പലതും എനിക്ക് വിഷമാണ്. വേലക്കാരികളെ ഒന്നിനെയും വിശ്വസിച്ചുകൂടാ. അവർ കോഫിക്കകത്ത് പോയിസൺ കലക്കി തന്നാലോ? അഖില, കല്യാണി വേലക്കാരിയല്ല, നമ്മുടെ മൂത്ത മരുമകളാണ്. അഖില പറയുകയാണ്, എനിക്ക് മൂത്ത മകനുണ്ടായിട്ട് വേണ്ടേ മൂത്ത മരുമകളുണ്ടാകാൻ? അഖില, ഞാൻ പറയുന്നത് എന്ന് ശിവരാമകൃഷ്ണൻ പറയുമ്പോൾ കൈ ചൂണ്ടി തടയുകയാണ് അഖിലാണ്ടേശ്വരി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്